ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ രാവിലത്തെ കാൽച്ചായ റെഡിയാക്കി. എണീറ്റ പാട് ഈ ഒരു ചായ ഇപ്പോൾ പതിവായിട്ടുണ്ട്. ആദ്യമൊന്നും കുടിക്കാറില്ലേനു. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതില്ലെങ്കിൽ എന്തോ ഒരു കുറവ് തോന്നും. അപ്പോൾ ഇത് എണീറ്റ പാട് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കും. അപ്പോൾ ഒന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യലില്ല. ഉമ്മാക്കും ഡാഡിക്കൊന്നും ഷുഗർ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേണ്ടത് എടുത്തിട്ട് വേണ്ടിയവർക്ക് അങ്ങനെ ക്ലാസ്സിൽ പഞ്ചസാര മിക്സ് ചെയ്ത് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി ചായയും അതിൻ്റെ കൂടെ ചിലപ്പോൾ വെറുതെ ചായ മാത്രമേ കുടിക്കാറുള്ളൂ. ചിലപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കും. അപ്പോൾ ബിസ്ക്കറ്റ് നിർബന്ധമൊന്നുമില്ല, ചില ദിവസങ്ങളിൽ കഴിക്കും. ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചു കഴിഞ്ഞു. അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പച്ചരി വെച്ചിട്ടല്ല, പൊടി കൊണ്ട് തന്നെ ഉള്ള ദോശയാണ്. ഉപ്പും തേങ്ങയൊക്കെ ഇട്ടിട്ട്, എല്ലാവർക്കും അറിയും സിയപ്പം എന്ന് പറയലുണ്ട് ചിലർ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് ദോശൻ്റെ മാവിൻ്റെ പരുവത്തിൽ ലൂസാക്കി എടുക്കാം. പിന്നെ ദോശയ്ക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാണ് ദോശയും ചട്നി. അപ്പോൾ അതുതന്നെയാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ കല്യാണവും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. നമ്മളെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ലേറ്റായി കിടന്ന കാരണം രാവിലെയും ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ടാണ് ഇന്ന് ദോശയും ചട്നി ആക്കിയത്. പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ദോശൻ്റെ മാവൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ വിസ്ക് വെച്ചിട്ട് ആണ് ചെയ്യാറ്. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ആവും. നമ്മൾ കയ്യിൽ ഒഴിച്ചിട്ട് പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് ആ കട്ട കുത്തിയതൊക്കെ പോയി കിട്ടും. അപ്പോൾ പെട്ടെന്നുണ്ട് ഇതാവുമ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തു. ഇപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. ഇനി ചട്നിയിലേക്കുള്ള തേങ്ങ അവിടെ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ചുടാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തടവിയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം.
ചട്നിക്കുള്ള തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കഴുകിയിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പച്ചമുളകും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇനി കുട്ടികൾക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറ് അടുപ്പത്താണ് വെക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം. ചോറ് വെക്കാനുള്ള കുടുക്കയിൽ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ അടുപ്പിലും കൂടെ ഒരു ചെറിയ കുടുക്കയിൽ വെള്ളം വെക്കും. അപ്പോൾ കുട്ടികൾക്കുള്ള ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അയിലി എണീറ്റ് വന്ന് അവളെ ഫ്രഷാക്കി അവൾക്ക് ബൂസ്റ്റും ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളും മുറ്റത്ത് കളിക്കുന്നുണ്ട്. നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെക്കാം. ചായക്ക് വെള്ളം വെച്ചിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകണം. അപ്പോൾ കുട്ടികളിപ്പോൾ നല്ല കളിയിലാണ് മുറ്റത്ത്. അപ്പോൾ അകത്തേക്ക് കൊണ്ടുവന്ന് ടേബിൾ ഇരുത്തി. പക്ഷേ അത് അപ്പം തന്നെ അവർ മുറ്റത്തേക്ക് തന്നെ പോയി കളി തുടങ്ങി. അപ്പോൾ ഞാൻ മുറ്റത്ത് പോയി കളിക്കുന്ന ഇടയിൽ കൊടുത്തു. ഇപ്പോൾ മീൻ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വാങ്ങിച്ചു. ഇനി ഉപ്പേരിക്ക് ബീട്രൂട്ടും പിന്നെ വയലറ്റ് ക്യാബേജും ആണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപ്പേരി വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് കട്ട് ചെയ്ത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്.
ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ക്യാബേജും നമ്മൾ സ്ലൈസർമ വെച്ചിട്ട് ചെയ്യണം. അപ്പം നല്ല തിന്നായിട്ട് കിട്ടും, കട്ടിയൊന്നുമില്ലാതെ. നമ്മൾ കട്ടിംഗ് ബോർഡുമ്മ വെച്ച് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യില്ലാതെ സുഖമാണ്. പിന്നെ ഒരേ ഒരു ഷേപ്പിൽ കട്ടിയില്ലാതെ കിട്ടും ചെയ്യും. അപ്പം ഞാനെപ്പോഴും ഇതിമലാണ് ചെയ്യാറ്. പിന്നെ ഇത് സാധാരണ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ കറിവേപ്പിലയും പച്ചമുളകോ വറ്റൽമുളകോ ഇട്ടിട്ട് സാധാ ഉപ്പേരി പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻകാരൻ്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങിച്ചു. ആവോലി മുള്ളനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ക്യാബേജും കൂടെ ചേർത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് അടിച്ചു വെക്കുക. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്. ഇനി ചോറ് അയക്കണമെന്ന് നോക്കാം, വേവ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കുറച്ച് സമയമായി ഇത് വെച്ചിട്ട് അരി ഇട്ടിട്ട്. അപ്പോൾ ഏകദേശം ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി നോക്കിയിട്ട് വെന്തുകണോ നോക്കണം, പക്ഷെ വെന്തിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. മക്കൾ ഇവിടെ നല്ല കളിയിലാണ്. എളാപ്പാൻ്റെ മകള് വന്നിട്ടുണ്ട്, സിംറ. അപ്പോൾ അവളെ കൂടെ നല്ല കളിയിലാണ്. അവളുണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെ അവളെ കൂടെ കളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട്. അപ്പോൾ അവളുള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തൊക്കെ കണ്ടിട്ടില്ല. ഇവിടെ നല്ല കളിയിലാണ് അവർ. ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് എരിവില്ലാതെ കുട്ടികൾക്ക് 2 മാറ്റി ബാക്കിയുള്ളതും പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കറിയിലേക്ക് കുറച്ച് മുരിങ്ങൻ്റെ ഇല താളിക്കണം. പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയുണ്ട്. അപ്പോൾ മുരിങ്ങൻ്റെ ഇല താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചിട്ടാണല്ലോ മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വേസ്റ്റിലേക്ക് അങ്ങോട്ട് വാരിയിടാം. എന്നിട്ട് ഇവിടെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടല്ല നാട്ടിൽ. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ പുതിനയില നാരങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ നിൽക്കുകയാണ്. നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട്.
അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രമൊക്കെ കഴുകി വെച്ചു. ആ റാക്കൊന്ന് ക്ലീൻ ആക്കി എടുത്തു. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തത് ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതും കൂടെ കോരി മാറ്റാം. പിന്നെ വൈകിട്ട് ഒന്ന് കിടന്നെണീറ്റ ശേഷം ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇന്ന് ഹസ്ബൻഡും ഡാഡിയും കൂടെ തിരുവനന്തപുരം പോകുന്നുണ്ട്. അപ്പോൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയാണ്. ട്രെയിനിലാണ് അവർ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ എല്ലാവരും കൂടെ പോന്ന് അവരെ കൊണ്ടുവിടാനായിട്ട് ഇപ്പോൾ ഞങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ട്രെയിനിൻ്റെ സമയം 7:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി. ഇനി ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള രീതിയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയി. ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണിപ്പോൾ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് കയറി. അപ്പോൾ അവർ അപ്പുറത്ത് ആണുങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒലോക്കെ എടുത്തു. ഇപ്പം നിസ്കരിച്ചു. ഇപ്പോൾ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പോയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ ഒരുപാട് ആളുകൾ ട്രെയിനും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അവിടെ പോയിട്ട് സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് ചെടികളും ചട്ടിയിൽ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. തെച്ചിത. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടെടുത്തു. അപ്പോൾ അതിലൂടെ ഒരു ചരക്ക് ട്രെയിൻ പോകുന്നുണ്ട്.
അപ്പോൾ ഐസം അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ട് ചെവി പൊത്തി പിടിക്കണം. ഭയങ്കര സൗണ്ട് ആവില്ല നമ്മൾ അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഷോപ്പിൽ പോയിട്ട് ലിംക എന്ന് പറഞ്ഞിട്ടൊരു കോൾഡ് വാട്ടർ അവിടുന്ന് വാങ്ങിച്ചു. അപ്പോൾ അവർ രണ്ടാളും കൂടെ ഫസ്റ്റ് കുടിക്കാന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര ആവേശത്തിൽ വാങ്ങി കുടിച്ചതാണ്. കുടിച്ചിട്ടുള്ളവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഐലിന് ഭയങ്കര ചിരി. അപ്പോൾ അവർക്ക് വീണ്ടും ഇഷ്ടമായിരിക്കണം. അപ്പോൾ വീണ്ടും കുടിക്കാൻ നിൽക്കുകയാണ്. പിന്നെ കൊടുത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിച്ച് ചോദിക്കുക. ഇപ്പോൾ ട്രെയിന് വരുന്നുണ്ട്. അപ്പോൾ സൗണ്ട് ഇട്ടിട്ട് എല്ലാവരും സീറ്റിൽ നിന്നൊക്കെ എണീറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറേ ആളുകൾ. അപ്പോൾ അവർ കയറിപ്പോയി. ഇപ്പം ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പോയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ഷോപ്പിൽ ഇറങ്ങി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഷോപ്പിലേക്ക് ഇപ്പോൾ കയറി. ഞങ്ങൾ 4 ആളും ഫലൂദ ഓർഡർ ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിക്കു ഷെയ്ക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫലൂദ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫലൂദ കണ്ടപ്പോൾ രണ്ടുപേർക്കും ഫലൂദ തന്നെ വേണം. അപ്പോൾ അവർക്ക് കൊടുത്തു. ഐലിനും ഐസമും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫലൂദയും കഴിച്ചു. ഇപ്പം ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അവിടുന്ന് ഇറങ്ങി ഇനി വണ്ടിയിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോകുന്നത്.
അപ്പോൾ വീട്ടിലേക്ക് വരുന്ന വഴി കോട്ടക്കൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എന്തോ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഒരുപാട് ആളുകളുണ്ട്, നല്ല തിരക്ക്, കുറേ വണ്ടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പുറമേ ഉള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അടുത്ത് തന്നെ പുത്തൂർ തന്നെയാണ്. ഇത് മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വഴിയിൽ ഇങ്ങനെ മീൻ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി, കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. കുട്ടികളെ കൂടെ ഞങ്ങളും ഇറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചെമ്മീനാണ് വാങ്ങിച്ചത്. അവർ ചെമ്മീൻ മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ചെമ്മീൻ ഇതാ, ഞങ്ങൾക്കുള്ള ചെമ്മീൻ ഇവിടെ തൊലി കളഞ്ഞ് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടുന്നത് വരെ അവർ രണ്ടുപേരും അവിടെ തന്നെ നിന്നു, അതും വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓരോ കവർ കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു, രണ്ടുപേരും 2 കവറും കാണിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കവറിൽ കെട്ടിയിട്ട് അയിലിൻ്റെ കവറിൽ ഇട്ട് കൊടുത്തു. പിന്നെ ആ കവർ വാങ്ങിച്ചിട്ട് ഐസമിൻ്റെ കയ്യിലുള്ള കവറിൽ ഇട്ട് കൊടുത്തു. എന്നാൽ പ്രശ്നമില്ല, 2 പേർക്കും ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചിട്ട് പോന്ന്. പിന്നെ വീടിനടുത്ത് തന്നെ ഒതുക്കുങ്ങൽ ഇവിടെ ഒരു ബേക്കറി ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ബേക്കറി വാങ്ങിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.